അങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി എമിൻ തൻവിയുടെ അടുത്തേക്ക് പോയി. തൻവി, നീ ഫ്രീ ആണോ? ആരിത്? എമിനോ? ആടാ, ഞാൻ ഇപ്പോൾ ഫ്രീയാ. തൻവി, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഈ എന്ത് ചക്കി മടിച്ച് മടിച്ച് കളിക്കണേ? ഈ പറയ്. തൻവി, ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയൂല. ഈ ചെക്കണ്ട് എന്താടാ പറയ്, ഞാനത് തിന്നൊന്നുമില്ല. തൻവി, ഐ ലവ് യു. അത്രേ ഉള്ളൂ? എന്താ പറഞ്ഞേ? ഐ ലവ് യു. എമീൻ, ഇത് നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ഇത് ഞാൻ നല്ലപോലെ ആലോചിച്ചെടുത്ത തീരുമാനം. എമീൻ, ഞാൻ നിന്നെ ഒരു നല്ലൊരു ബ്രദറായിട്ടേ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ടൊരു ലവറായിട്ടല്ല നിന്നെ ഞാൻ കണ്ടിന്. തൻവി, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്കിനി ഇത് കേൾക്കാനുള്ളൊരു പ്രാപ്തി ഇല്ലടാ. സോറി, ഞാൻ വിചാരിച്ച് തനിക്കെന്നെ ഇഷ്ടമാവുന്നു, അതുകൊണ്ടാണ്. എമീൻ, അതല്ല. വേണ്ടടാ, ഇനി താനൊന്നും പറയണ്ട, എനിക്കത് കേൾക്കാനുള്ള പ്രാപ്തിയില്ല. എമീൻ, പോയിട്ടെന്തായി? അവളെന്താ പറഞ്ഞേ? അതും പറഞ്ഞ് എമിനെ തിരഞ്ഞ് ഏദൻ റൂമിലേക്ക് വന്നു. എമീൻ, നീ എന്തിനാടാ കരയുന്നേ? തൻവി നോ പറഞ്ഞടാ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു തൻവി നോ പറയുന്നു. എമീൻ, ദേ നോക്ക്, നിന്നെ വേണ്ടാത്ത ആളെ നിനക്കും വേണ്ട. നീ ഇനി അവൾക്ക് വേണ്ടി കരയേണ്ട ആവശ്യമില്ല, കാരണം അവൾക്ക് നിന്നെ വേണ്ട. ഏദനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? എനിക്ക് അറിയുന്നതല്ലേ എനിക്ക് അവളെ എത്ര ഇഷ്ടമാണ്. പിന്നെ എങ്ങനെയാടാ ഞാൻ അവളെ എത്ര പെട്ടെന്ന് മറക്കുക? ബ്രോ, ദേ നോക്ക്, നിനക്ക് ആദ്യമായിട്ട് ഈ റിജക്ഷനൊക്കെ കിട്ടുന്നത് കൊണ്ട് തോന്നുക. അതെ, നമ്മളെ വേണ്ടാത്ത ആൾക്ക് നമുക്കും വേണ്ട, അത്രേ ഉള്ളൂ. ഈ ലോകത്ത് നമ്മൾ അവരെ കാലും കൈയും പിടിച്ച് ഇഷ്ടപ്പെടിപ്പിക്കുന്നായിട്ട് നല്ലേ. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുക, അല്ലാതെ ഇപ്പം നമുക്ക് അവരൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതേ നോക്ക്, അതൊക്കെ ഓക്കെ ആവും. ബ്രോക്ക് നാളെ പ്രോഗ്രാം ഉള്ളതല്ലേ? നീ ആദ്യം അത് റെഡിയാക്ക്, ഇതൊക്കെ വിട്. ബ്രോ, ഒന്ന് ചിരിക്കടോ. തൻവി, നീ കുറെ നേരമായല്ലോ കാറ്റ് പോയ ബലം പോലെ ഇരിക്കുന്നേ, എന്താടി? ജീന, ഇന്നെന്നെ എമിൻ പ്രപ്പോസ് ചെയ്തടാ. എന്നിട്ട് നീ യെസ് പറഞ്ഞോ? ഇല്ല, ഞാൻ അവനോട് നോ പറഞ്ഞു. തൻവി, നീ എന്തൊക്കെയാടാ പറയുന്നേ? എനിക്ക് അവൻ ഇഷ്ടമല്ലേനിയോ? എന്ന് ഞാൻ പറഞ്ഞോ എനിക്ക് അവൻ ഇഷ്ടമാന്ന്? തൻവി, നീ വെറുതെ കളിക്കല്ലേ. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നേ. ഞാൻ അവനൊരിക്കലും അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. ഇത്രയും ദിവസം അവൻ്റെ പറ്റി പറയുമ്പോൾ എനിക്ക് 100 നാവായിരുന്നല്ലോ, ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ. എനിക്കവന് ഇഷ്ടമില്ല, അത്ര തന്നെ. എനിക്കവനോട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ അവൻ പറഞ്ഞത്. അതും പറഞ്ഞ് തൻവിയുടെ റൂമിലേക്ക് പോയി. ചേച്ചി, ഇന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിറങ്ങാൻ കുറച്ച് വൈകുവേ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന് നൈറ്റ് ടൈമിൻ്റെ പ്രോഗ്രാം ഉണ്ട്, ഞാൻ അത് കഴിഞ്ഞിട്ട് വരുള്ളൂ. ചേച്ചിനെ വിളിച്ചാൽ ചേച്ചി വരില്ലാന്ന് വിചാരിച്ചാൽ പറയാൻ. നീ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോര്, നമുക്ക് രണ്ടാൾക്കൊപ്പരം പോവാം, ഞാനും ഉണ്ട്. ഓക്കെ ചേച്ചി, ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് തൻവിയും ചിയയും എമിൻ്റെ പ്രോഗ്രാം കാണാൻ പോയി. ചേച്ചി, എമിൻ്റെ പ്രോഗ്രാം നല്ല രസമുണ്ടായിരുന്നില്ലേ? പോവാം. എമിനെ കണ്ടിട്ട് പോയാൽ പോരെ? നീ പോരുണ്ടേ പോര്, അല്ലെങ്കിൽ ഇവിടെ നിന്നോ. ചേച്ചി വെക്കോ, ഞാൻ എന്തായാലും എമിനെ കണ്ടിട്ട് വരുന്നുള്ളൂ. നീ ആരെയെന്ന് വെച്ചാൽ കണ്ടുപോര്, ഞാൻ പോവാം. അങ്ങനെ ജിയനോട് ദേഷ്യം പിടിച്ച് താൻവി വീട്ടിലേക്ക് പോയി. ജിയ, താൻവിയുടെ താൻവി വന്നില്ലായിരുന്നോ? ആടാ, താൻവി വന്നിനില്ലോ, അവളിപ്പോൾ വീട്ടിലോട്ട് പോയി. എമിനെ എൻ്റെ ഡാൻസ് പൊളിച്ച്. ഡാൻസ് ഡാ. എമിനേടാ, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആവല്ലേ? എമിൻ ഡാ, നീ ഓക്കെ അല്ലേ? ഡാ, ഞാൻ ഓക്കെയാണ്, ബട്ട് മനസ്സിന് എന്തോ ഒരു ഭാരം പോലെ. എമിൻ, ഐ എം സോറി, ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചേ. ഞാൻ വെറുതെ വേണ്ടാത്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്തു, അതുകൊണ്ട് അതൊക്കെ സംഭവിച്ചത്, അല്ലാതെ നീ കാരണമല്ല. ഈ കുരുപ്പുണ്ട് ഞാൻ എത്ര വട്ടമായി പറയുന്നത് നീ ഇങ്ങനെ കരയില്ലേന്ന്. ജിയ, നീ ഇങ്ങനെ പോകുന്നേ, ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടോ? ഇനി അതല്ലാതെ വേറെ വഴിയില്ലല്ലോ, ഓൾ ഞാൻ വിട്ട് പോയില്ലേ.
അങ്ങനെ അവരെല്ലാവരും നേരെ വീട്ടിലേക്ക് വന്നു. ജിയ എന്നാ പിന്നെ കാണാട്ടോ. ഹടവായി. ഓ, ഉറക്കം വരുന്നില്ലല്ലോ. വെറുതെ പ്രോഗ്രാമിന് പോയി. ഓൻ ആരുടെ കൂടെ ഡാൻസ് കളിച്ചാൽ എനിക്കെന്താ? അവിടെ അത്രയും ആൺകുട്ടികളുണ്ടായിട്ട് നമുക്ക് എന്താ പെൺകുട്ടീനെ കൂടെ മാത്രമേ കളിക്കാൻ കഴിച്ചുള്ളൂ. ഓ, ഞാനെന്തിനാ ഇതിനെപ്പറ്റി എന്നെ ചിന്തിക്കുന്നേ? ഇങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. തൻവി, നിനക്ക് എന്താടി? കുറേ ദിവസമായല്ലോ ഇങ്ങനെ. ജിയ, എനിക്ക് നേർക്ക് വയ്യടാ. ഞാൻ എമിനോടന്ന് പറഞ്ഞത് മുതൽ യഥാർത്ഥത്തിൽ എനിക്ക് വയ്യടാ. എനിക്ക് അവനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. ജിയ, എനിക്ക് എമിനെ കാണടാ. അതേസമയം ജിയയുടെ ഫോണിലേക്ക് ഏതൻ വിളിച്ചു. ഹലോ ഏതൻ. ഏതൻ വിളിച്ച് എമിന് ആക്സിഡൻറ്റ് പറ്റിയത് ജിയയെ അറിയിച്ചു. ജിയ, എനിക്ക് എമിനെ കാണണം. പ്ലീസ് ജിയ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ. തൻവി കരയല്ലേ, നമുക്കിപ്പോൾ പോവാം. അങ്ങനെ ജിയയും തൻവിയും ഹോസ്പിറ്റലിലെത്തി. ജിയ, നീ എന്തിനാ തൻവിയെ കൂട്ടി വന്നേ? ഏതൻ, ഐ ആം സോറി. എനിക്ക് എമിനെ കാണണം, പ്ലീസ്. തൻവി, നീ എമിനെ കാണുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അവനക്കത് ഇഷ്ടപ്പെടുമോ വിചാരിച്ച് പറഞ്ഞതാ. അതേസമയം ഡോക്ടർ വന്ന് എമിൻക്ക് ബോധം വന്നതായി അറിയിച്ചു. തൻവി, നീ എമിനെ കാണാൻ പൊക്കോ. അങ്ങനെ തൻവി എമിനുള്ള റൂമിലേക്ക് പോയി. തൻവി, നീ എന്താ ഇവിടെ? തൻവി, പ്ലീസ് ഈ റൂമിൽ നിന്ന് പോയി തരുമോ? എമിൻ, ഐ ആം സോറി. എനിക്ക് നീ ഇല്ലാതെ പറ്റൂല. തൻവി, നീ ഇങ്ങനെ കരയല്ലേ. എമിൻ, ഐ ലവ് യു. താനില്ലാതെ എനിക്ക് പറ്റില്ലടോ. എനിക്ക് തന്നെ ഇഷ്ടമെന്ന് മനസ്സിലാകാൻ കുറച്ച് ടൈം എടുക്കും. അതാ ഞാൻ അപ്പോൾ താൻ പറഞ്ഞപ്പോൾ നോ പറഞ്ഞേ. പ്ലീസ്, താൻ നോ പറയരുത്. താനില്ലാതെ എനിക്ക് പറ്റില്ല. ഈ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി താനില്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ലെന്ന്. തൻവി, നീ ഇങ്ങനെ കരയല്ലേ. ഇതൊക്കെ ഞാൻ നോ പറഞ്ഞില്ലല്ലോ. നീ ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിയല്ലോ. ഐ ലവ് യു സോ മച്ച്. ഹലോ, ഇത് ഹോസ്പിറ്റലാണ്, ബെഡ്റൂമല്ല. അങ്ങനെ അടുത്ത ദിവസം തന്നെ എമിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ അവർ വീട്ടിലെത്തി. തൻവി, എനിക്ക് വാഷ്റൂം പോകണം. വാ പോവാം. പിടിക്കണോ? വേണ്ട, ഞാൻ നടന്നോളാം. ബ്രഷ് എന്നാ? എനിക്ക് കുറച്ച് വെള്ളം വേണം. ഇപ്പോൾ കൊണ്ടുവന്നരാം. ഓള് പോയോ? ഈ കൈ കൊണ്ടൊരു സുഖമില്ല, മറ്റേ കൈ കൊണ്ട് തേച്ചാലോ? ഓ, നല്ല സുഖമുണ്ട്. ഡോ